സമാനമായ അനുഭവം താങ്കൾക്ക് വർഷങ്ങൾക്ക് മുൻപുണ്ടായല്ലോ, എന്തായിരുന്നു അത് എന്ന് വിശദീകരിക്കാമോ? ഒന്നും ആയില്ല മാഡം. ഏകദേശം 5 മാസം ആയതേ ഉള്ളൂ. 5 മാസത്തിനിടയ്ക്കാണ് അത്. പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി ദിവസമായിരുന്നു അന്ന് ഇതേപോലെ അവർ കാറും കൊണ്ടുവരുന്നു. കാർ കൊണ്ടുവന്ന് അകത്തും കയറ്റാതെ പുറത്തും കയറ്റാതെ ഗേറ്റിൻ്റെ നടുക്ക് കൊണ്ടിടുന്നു. ഞാൻ സാധാരണ ചെല്ലും പോലെ ഓടി അടുത്ത് ചെല്ലുന്നത്, ആര് വന്നാലും ഞാൻ വണ്ടോട്ട് നിർത്തുമ്പോൾ ഓടി അടുത്ത് ചെല്ലുന്നതാണ്. ഞാൻ ഓടി അടുത്ത് ചെല്ലുന്നു, ഗ്ലാസ് താത്ത് ഉടനെ നമസ്കാരം പറഞ്ഞു. എന്താണ് സാർ എന്ന് വെച്ചപ്പം പറഞ്ഞു ഇതേപോലെയാണ് അകത്ത് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ വാട്ടർ ടാങ്കാണ്. അവിടെ വലിയ വണ്ടികളൊന്നും കയറ്റാറില്ല, അനുവദനീയമല്ലാത്ത സ്ഥലമാണ്. അവിടെ വണ്ടി കയറ്റില്ല, ആര് വന്നാലും അവിടെ വണ്ടി കയറ്റാറില്ല. അപ്പോൾ ഇവർക്ക് അവിടെ വണ്ടി കയറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഇവിടുന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, വണ്ടി കയറ്റാൻ പറഞ്ഞിട്ടില്ല, അവിടെ കയറ്റിയിടാൻ ഒക്കില്ല മേഡം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ പ്രോട്ടോക്കോൾ അറിയാമോ എന്നാണ് എന്നോട്. പിന്നെ അടുത്ത ചോദ്യം ചോദിക്കും, പ്രോട്ടോക്കോൾ അറിയാമോ എന്നാണ്. ഞാൻ പറഞ്ഞു മേഡം എനിക്ക് പ്രോട്ടോക്കോൾ അറിയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഒരു സെക്യൂരിറ്റി അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ അതറിയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ആരോടും വിരോധമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് പറഞ്ഞില്ല, പറയായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു പറഞ്ഞു. അതായത് അന്നും മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും താങ്കളോട് ഇപ്പോൾ KSRTC ഡ്രൈവറോട് പെരുമാറിയ അതേ ധാർഷ്ട്യത്തിൽ തന്നെയാണ് പെരുമാറിയതല്ലേ? അതായത് നോ പാർക്കിംഗ് ആണ്, ഇവിടെ വണ്ടി ഇട്ടാൽ മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരെന്നറിയാമോ, ഞങ്ങളുടെ പ്രോട്ടോകോൾ എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നല്ലോ. തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന കെയർടേക്കറോട് പോയി പരാതിപ്പെടുകയും അതിനുശേഷം താങ്കളുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. മേയർ തന്നെ ഇടപെട്ടാണ് ജോലി നശിപ്പിച്ചത് എന്ന് തന്നെയാണ് താങ്കൾ കരുതുന്നത്? മേയർ അവിടെ നിന്ന് വണ്ടി കയറ്റിയിട്ടു. അവിടെ കയറ്റിയിട്ടിട്ട് അവരെ നേതൃത്വത്തിനെ കയറ്റിയിട്ടിട്ട് മേയർ നേരെ അകത്ത് കുഞ്ഞിനെയും കൊണ്ട് അകത്ത് പോയി ഫോട്ടോ എടുക്കാനായിട്ട് പാസ്പോർട്ട് ഓഫീസിനകത്ത്. അവിടെ ചെന്ന് ഓഫീസിനകത്ത് ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഞങ്ങളെ വണ്ടി തടഞ്ഞു, എന്നെ കയറ്റി വിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രശ്നം ഉണ്ടാക്കി. ഉടനെ എന്നെ ഓഫീസറെ വിളിക്കും, ഇവിടെ ആരാണ്, ഇവിടുത്തെ ഓണർ ആരാണ്, ഇതിൻ്റെ ഓണർ ആരാണ്, അധികാരി ആരാണ് ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഉടനെ അവർ വിളിച്ചു കൊടുത്തു ഉടനെ തന്നെ അവിടെ ഫാദർ ജേക്കബാണ്, പുള്ളിയെ വിളിച്ച് പറഞ്ഞു. പുള്ളി ഉടനെ തന്നെ അവിടെ നിന്ന് ഓർഡർ ഇട്ടു, ആ ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയെ എടുത്ത് കളയാൻ പറഞ്ഞു. പുള്ളി ഇനി ഇവിടെ നിർത്തണ്ട, പുള്ളിയെ മാറ്റിക്കോളാൻ പറഞ്ഞു. അവരെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്. ഉറപ്പ്. അതായത് ശ്രീ ചന്ദ്രബാബു, താങ്കൾ വളരെ സൗമ്യനായും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവരോട് സംസാരിക്കുന്നുള്ളൂ അല്ലേ? അത്ര ഉറക്ക ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു, കെയർടേക്കർ പറഞ്ഞു വണ്ടി കയറ്റിയിട്ടോ ഏട്ടാ, ഞാൻ മറന്നുപോയതാണ് വിളിച്ച് പറയാൻ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കയറ്റിയിട്ട് ഞാൻ തന്നെയാണ് ചെന്ന വണ്ടി തിരിക്കാനും ഒക്കെ സഹായം ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് MLA വന്ന് എന്നോട് കർക്കശമായിട്ട് സംസാരിച്ചത്. ശ്രീ ചന്ദ്രബാബു, ഇത് 5 മാസം മുൻപ് നടന്ന ഒരു സംഭവം എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അന്ന് എന്തുകൊണ്ട് ഇതൊരു പരാതിയായി പൊതുസമൂഹത്തിന് മുൻപിൽ താങ്കൾ ഉന്നയിച്ചില്ല മേയറുടെ ഈ ഒരു ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റത്തെ? മാഡം അത് പ്രതികരിക്കാത്ത കാരണം ഞാൻ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. ഞാൻ മീഡിയയെ വിളിച്ചിട്ട് ഇതിനൊരു പോംവഴി ഉണ്ടാക്കാൻ വേണ്ടി ഒന്നിയെ മാഡത്തിന്റെ വീട്ടിലോ മാഡത്തിന്റെ ഓഫീസിലോ അല്ലെങ്കിൽ എനിക്ക് പോയ ജോലിയോ തിരിച്ചു തരണം എന്ന് പറയാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്തതാണ്. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് കെയർടേക്കർ എൻ്റെ ഏജൻസിയുടെ ആളിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് ബാബു ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ അതൊരു പ്രശ്നമാവും, അതുകൊണ്ട് സാറ് വിളിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സാർ എന്നെ വിളിച്ച് സൗമ്യമായിട്ട് സംസാരിച്ചു. ചന്ദ്രബാബു പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, കാര്യം ചന്ദ്രബാബു പോയാൽ ഒരാളെ പോവുള്ളൂ, ബാക്കി 10 പേര് അവിടെ നിൽക്കുകയാണ്. ഏജൻസി കട്ടായി പോയി കഴിഞ്ഞാൽ ഈ 10 പേരെ ജോലിയും പോവും. ചന്ദ്രബാബുവിന് വേറെ ജോലി ഞാൻ തരാം, ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാൾ നിനക്ക് വേറെ ജോലി ഞാൻ തരാം, അത് നീ പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 10 പേരെ ജോലിയും പോവും, ഏജൻസി കട്ടാവും. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, ഞാൻ എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ചന്ദ്രബാബു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, തൽക്കാലം ചന്ദ്രബാബു താഴോട്ട് മാറി നിന്നോ, എന്നിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മാറിയത്. അല്ലെ അന്ന് ഇതേപോലത്തെ ഒരു പ്രശ്നം തന്നെ ഞാൻ അവിടെ ഉണ്ടാക്കിയേനെ. അത് സത്യമായ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതമാണത്, ആ ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമാണ്. പക്ഷെ അത് കളയാൻ ഞാൻ സന്നദ്ധനല്ലായിരുന്നു. അപ്പം എന്നിട്ട് അവർ എന്നോട് ഇത്രയും അവരറിയുന്നില്ല, അവർ വിചാരിക്കണമായിരിക്കും എനിക്ക് 50,000 രൂപ ശമ്പളം ഉണ്ടെന്ന് വിചാരിച്ചായിരിക്കും അവർ ചെയ്തത്. പക്ഷേ 10 ഈ കൊതുകടിയും കൊണ്ട്, രാത്രി കൊതുകടിയും കൊണ്ട്, പകൽ വെയിലും കൊണ്ട്, മഴയെ നനഞ്ഞ് ഞങ്ങൾ ഉറപ്പൊഴിഞ്ഞിരുന്നിട്ട് നമുക്ക് ഇടുന്ന 10,000-12,000 രൂപയാണ് കിട്ടുന്നത്. അത് അവരറിയുന്നില്ല. ആ ജോലിയാണ് അവർ നഷ്ടപ്പെടുത്തിയത്. അതായത് ശ്രീ ചന്ദ്രബാബു, താങ്കൾ പറഞ്ഞതുപോലെ നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇടരുത് എന്ന് മാത്രമേ താങ്കൾ പറയുന്നുള്ളൂ. പിന്നീടാണ് മേയറാണ് എന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ താങ്കളുടെ ഭാഗത്തു നിന്നും നിയമലംഘനമോ അല്ലെങ്കിൽ അപമര്യാദയായ പെരുമാറ്റമോ യാതൊന്നും തന്നെ ഉണ്ടായില്ല. എന്നിട്ടാണ് ഈ രീതിയിലുള്ള പ്രതികാര നടപടി താങ്കൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത് അല്ലേ?
ഇല്ല ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ മാന്യമായ രീതിയിലാണ്, ഞങ്ങൾ രണ്ടുപേരും മാന്യമായ രീതിയിലാണ് സംസാരിച്ചത്. അപ്പം ഒടുവിൽ ഒരു ഭീഷണി സ്വരത്തിൽ എന്നോട് പിന്നെ MLA പറഞ്ഞിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ മാന്യമായിട്ട് തന്നെയാണ്, അത് അവിടെ ചെന്ന് തിരക്കിയാലറിയാം. അല്ലാതെ അവിടെ വലുതായിട്ട് ഒച്ചയായിട്ട് സംസാരിക്കുക, അത് അവിടെ CCTV ഉണ്ട്, അതിൽ പിടിച്ചിട്ടുണ്ട്. അത് എൻ്റെ തൊട്ടടുത്ത് തന്നെ CCTV ഉണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തറിയാം. പക്ഷെ അതുപോലെ പരിശോധിക്കാതെയാണ് എൻ്റെ ജോലി എടുത്ത് കളഞ്ഞത്.